നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് സ്വാഗതം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, തെരഞ്ഞെടുപ്പ് ചൂടിനിടെയാണ് ഈ വരുന്ന വാർത്ത. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഇനിയുള്ള നടപടി എന്താണ്? ഇത് അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കേസിൽ ECIR എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത് എന്ന് വ്യക്തമാകുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവട് പിടിച്ചാണ് ECIR ED എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം, അതോടൊപ്പം CMRL, ഒപ്പം KSCDC അടക്കം ഏതാണ്ട് 12 സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും അടക്കമുള്ളവർ ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതും. നേരത്തെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾക്ക് ആ റിപ്പോർട്ടിന് പിന്നാലെ പ്രാഥമിക വിവരശേഖരണം ED നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് ഡൽഹിയിലേക്ക് അയക്കുകയും അവിടെ നിന്നും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി കിട്ടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവരിപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവർക്ക് നോട്ടീസ് നൽകും ED. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്യും. രേഖകൾ പിടിച്ചെടുക്കൽ, റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. SFIO അന്വേഷണം ഒരു സൈഡിൽ നടക്കുമ്പോഴാണ് ഇപ്പോൾ ED കൂടി രംഗപ്രവേശം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും CAA അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി ഒരു എഡ്ജ് ഉണ്ടാക്കാൻ LDF ശ്രമം നടത്തിയിരുന്നു. ആ വിഷയം തന്നെയാണ് മുന്നിൽ നിർത്തി LDF മുന്നോട്ട് പോയതും. പക്ഷേ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ കൂടി ഉൾപ്പെട്ട വിഷയം ഉയർന്നു വരുന്നതോടെ LDF പ്രതിരോധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ കോൺഗ്രസ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. UDFും BJPയും ഒക്കെ തന്നെ ഈ വിഷയം ഏറ്റെടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ നോട്ടീസ് കൂടി കൊടുത്ത് അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അത് ചർച്ചകളിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാനും സാധ്യതയുണ്ട്. വലിയ പ്രതിരോധത്തിലേക്ക് LDFനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. എന്തായാലും ED അവരുടെ നടപടിയിലേക്ക് വൈകാതെ കടക്കും. നോട്ടീസ് അയക്കൽ ഉണ്ടാകും ഉടൻ എന്ന് വ്യക്തമാകുന്നുണ്ട്. ശരി, മാസപ്പടിയിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് S. ശ്രീകാന്താണ്. മാസപ്പടി ഇടപാടിലെ ED അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള സ്റ്റണ്ട് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണത്തെ ഗൗരവത്തോടെ കാണുന്നില്ല. CPIMും BJPയും ഒന്നിച്ചല്ലെന്ന് ബോധിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണിത്. 8 മാസമായി SFIO ഒരു നോട്ടീസ് പോലും നൽകിയില്ല. കേരളത്തിലെത്തുമ്പോൾ EDയുടെ പ്രവർത്തന രീതി വേറെയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ED അന്വേഷണം എവിടെ എത്തി? ലൈഫ് മിഷൻ കേസിലെ ED അന്വേഷണം എവിടെ എത്തി? ED തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ED അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ED അന്വേഷണവും എല്ലാം പരിപാടിയിലാണ്. എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ്. പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി. പരസ്പരം സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ. ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ ED കേസെടുത്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. പിണറായി വിജയന്റെ ഓഫീസിലോ വീട്ടുപടിക്കലോ ED പോകില്ലെന്നും MM ഹസൻ 24നോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടി അഴിമതി ആരോപണത്തിൽ വളരെ വൈകിയാണ് ED ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ED കേസെടുത്തത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ഭയവുമില്ല. കാരണം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കേരളത്തിൽ പറഞ്ഞു, ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. ഒരു പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായി? മുഖ്യമന്ത്രിയെ ഒന്ന് ഇതുവരെ ചോദ്യം ചെയ്തു. അഴിമതി കേസിൽ ആണല്ലോ ഇപ്പോൾ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്. ഷിബു സോറിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്?
പിണറായി വിജയൻ്റെ ആഫീസിലോ വിട്ട് പഠിക്കലോ പോലും ED-യോ CBI-യോ ആരും ഇതുവരെ കാലെടുത്ത് വെച്ചിട്ടില്ല. അതിന് കാരണം വളരെ ക്ലിയറാണ്. ED ഇപ്പോഴത്തെ മാസപ്പടി കേസിൽ എടുത്തു എന്ന് വിചാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് അല്പം പോലും ഭയമില്ല. ED-യും വരില്ല, CBI-യും വരില്ല. കേരളമാണോ അവർ ഓടി ഒളിക്കും. കേന്ദ്ര സർക്കാരിനു വേണ്ടി ED രാഷ്ട്രീയ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ED BJPക്ക് വേണ്ടി കൂലിക്ക് ജോലി ചെയ്യുന്നു. ED-യെ മഹത്വവൽക്കരിക്കേണ്ട. BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനായി ED സഹായിക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ED-ന്റെ കാര്യം കൊണ്ടുണ്ടാ കൂലിക്ക് പണിയെടുക്കുന്നല്ലേ? അതിനെന്താ വലിയ വിശ്വാസം? നിങ്ങൾക്കുണ്ടാ വലിയ വിശ്വാസമാണ്? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ED. ED-യെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യും. അത് ആരായാലും എല്ലാവരും ലക്ഷ്യം വെക്കാലോ. ആരെ ലക്ഷ്യം വെച്ചുകൂടാതെ? രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം. കൂടുതൽ വാർത്തകളിലേക്ക്. സീറ്റ് വിഭജനത്തിൽ തർക്കം തുടരവെ മഹാരാഷ്ട്രയിൽ 17 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം. കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പിനിടെ സാംഗ്ലി അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അതേസമയം മഹാവികാസ് അഘാഡിയുമായുള്ള സഖ്യസാധ്യത മങ്ങിയതോടെ വഞ്ചിത് ബഹുജൻ അഘാഡി 9 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുംബൈ അടക്കം ശിവസേന വലിയ പ്രതീക്ഷ വയ്ക്കുന്ന 14 ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഉദ്ധവ് വിഭാഗം ഇന്ന് പുറത്തിറക്കിയത്. ഇതിൽ തർക്കമണ്ഡലങ്ങളുമുണ്ട്. കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സാംഗ്ലി സീറ്റിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉദ്ധവ് തീരുമാനത്തിൽ ഉറച്ചു തന്നെ. ഗുസ്തി താരം ചന്ദ്രഹാർ പാട്ടീലാണ് സാംഗ്ലിയിലെ സേനാ സ്ഥാനാർത്ഥി. താൻ സ്ഥിരമായി മത്സരിക്കുന്ന മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ അമോൽ കീർത്തിക്കറെ സേന സ്ഥാനാർത്ഥിയാക്കിയതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപത്തിനും കടുത്ത നീരസമുണ്ട്. ഒരിക്കൽ കൂടി മണ്ഡലത്തിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു നിരുപം. NCP മുൻ MP സഞ്ജയ് ദീന പാട്ടീലിന് മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ശിവസേന സീറ്റ് നൽകിയതിൽ NCP പ്രവർത്തകർ മുംബൈയിൽ പ്രതിഷേധിച്ചു. 2019 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് മുൻ MP കൂടിയ സഞ്ജയ് ദീന പാട്ടീൽ NCP വിട്ട് ശിവസേനയിൽ ചേർന്നത്. അതേസമയം 4-ൽ കൂടുതൽ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ മഹാവികാസ് അഘാഡിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാഡി. കോൺഗ്രസും ശിവസേനയും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന മണ്ഡലങ്ങളടക്കം 9 ഇടങ്ങളിലാണ് VBA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 4 സീറ്റിൽ കൂടുതൽ നൽകാനാവില്ലെന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് നീക്കം. നീണ്ടുപോയ സീറ്റ് വിഭജന ചർച്ചകൾക്കൊടുവിലും വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പാടുപെടുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ വോട്ട് തേടിയെത്തിയ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞു. ക്യാമ്പസിൽ സംഘർഷം. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും ഏറ്റുമുട്ടി. പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. സ്പോർട്സിൻ്റെ ഉദ്ഘാടനമായിരുന്നു. സ്പോർട്സിൻ്റെ ഇനാഗുറേഷൻ, അതായത് സമ്മാനദാന ചടങ്ങ്. ഞങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രിൻസിപ്പാളാണ് ഉദ്ഘാടനം. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇന്നലെ പോയി ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാനാണ് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം കാണുന്നതെന്ന് വെച്ചാൽ രാവിലെ നമ്മളോട് പറയുമ്പം അവർ കൊടിതോരണങ്ങളുമായിട്ട് അവർക്കുള്ള കാൻഡിഡേറ്റ് വരുന്നൊരു അവസ്ഥയിലോട്ടാണ്. പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. അപ്പം അതിനെതിരെ നമ്മളൊന്ന് തടയാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടുന്ന് ഒരുപാട് ലോക്കൽസ്, ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ലോക്കൽസ് അങ്ങനെ അധികം കയറിക്കൂടാന്ന് ഇതുണ്ട്. പക്ഷേ അവർ ഒരുപാട് ലോക്കൽസ് വന്നിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായത്. വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺരാജ്, സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെ പറയുന്നത് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അത്ര സൗഹൃദമുണ്ട്, പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് പ്രശ്നം എന്നായിരുന്നു ചോദ്യം. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ക്രിസ്റ്റിന, തീർച്ചയായും കഴിഞ്ഞ മുൻവർഷത്തെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിന്ന് വ്യത്യസ്തമാണ് കൊല്ലത്തെ സാഹചര്യം. കാരണം ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം ഒരു പോര് വിളിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പരസ്പരം അപമാനിക്കുന്ന തരത്തിലുള്ള സാഹചര്യമോ ഒന്നും തന്നെ നിലവിലില്ല. വളരെ സൗഹൃദത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇതുവരെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇന്ന് കൊല്ലം ചന്ദനത്തോപ്പ് ITയിലെത്തിയ NDA സ്ഥാനാർത്ഥി കൂടിയായ കൃഷ്ണകുമാർ ജിയെ ഈ SFIയുടെ പ്രവർത്തകർ തടഞ്ഞത്. അത് SFIയുടെ പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ ഉദ്ഘാടകനായ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നതാണ് തങ്ങൾ തടയാനുള്ള കാരണമെന്നാണ്. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് വോട്ട് തേടുന്നതിന് വേണ്ടിയാണ് താൻ ക്യാമ്പസിലെത്തിയത്. ക്യാമ്പസിലെത്തുന്ന സമയത്ത് തന്നെ SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കയ്യേറ്റം ചെയ്യാൻ പോലും SFI മുതിർന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും അടക്കം കൃഷ്ണകുമാർ നിലവിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കൃഷ്ണകുമാറിന്റെ തന്നെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലൂടെ പോലീസ് എത്തിയാണ് ഈ പ്രവർത്തകരെ ശാന്തരാക്കിയത്. SFI AVP സംഘർഷത്തിലേക്കടക്കം അവിടെ കാര്യങ്ങൾ പോയിരുന്നു. കാരണം
യൂണിയൻ ഭരിക്കുന്നതിൽ SFIയും ABVPയും തുല്യ സീറ്റ് വീതമാണുള്ളത്. അതുകൊണ്ട് തമ്മിലൊരു മത്സരം നേരത്തെ തന്നെ ഈ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. ഇന്ന് കോടതിയിലെ വക്കീൽ അത് മെൻഷൻ ചെയ്തു. തിങ്കളാഴ്ച പെറ്റീഷൻ മൂവ് ചെയ്യുന്നു. കാരണം കോടതി 21-ാം തീയതി വരെ ഇത് പരിഗണനക്ക് മാറ്റിവെച്ചിരിക്കില്ലേ. അപ്പോൾ എന്തിനാ ഈ 2-ാം തീയതി ഇപ്പോൾ സ്പെഷ്യലായിട്ട്? ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ള എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പോൾ ഇത്ര വലിയ ധൃതി എന്താണെന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കോടതിയിൽ തിങ്കളാഴ്ച പെറ്റീഷൻ സമർപ്പിച്ച് വാദം കേൾക്കും. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആവശ്യം. കോടതി എന്തിനാ എന്നെ വിളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് ഒരു മറുപടിയായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് കിഫ്ബിയുടെ ഒഫീഷ്യൽസ് പണത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്തോ അവർക്കറിയാത്തൊക്കെ എനിക്കറിയാവുന്ന പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കിഫ്ബിയുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോടതിയിലെ എൻ്റെ പ്രയറെ എങ്ങനെ ഒഫീഷ്യൽസ് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ഇഡിക്ക് തോന്നിയത്? അതുകൊണ്ട് കോടതി കിഫ്ബി ഒഫീഷ്യൽസ് നൽകിയിട്ടുള്ള അഫിഡവിറ്റ് അവരുടെ ഡിസ്പോസിഷൻ അത് പരിശോധിക്കണം. രണ്ടിലൊന്നും അറിയണമല്ലോ. പൈസ കൊണ്ടുവന്നതല്ല, അത് വിനിയോഗിച്ചതിനകത്തുള്ള ഡീൽ നടന്നിട്ടുണ്ടെന്ന് അറിയാനാണെന്നൊക്കെ പറയുന്നത്. അതെ, അത് തീരുമാനം എടുത്തതിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റി എന്ന് പറയാം. വിനിയോഗം എന്ന് പറയുന്നത് ഓരോ സോഴ്സിൽ നിന്നുള്ള ഓരോ ഫണ്ട് ആരവർക്ക് ഇവിടെ കൊടുക്കണമെന്നുള്ളത് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനിക്കുന്നത്. അത് റൂട്ടീൻ കാര്യം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും. വാക്ക് ഞാൻ പറഞ്ഞതാ, എൻ്റെ തോന്നല് എന്തുവാ. മസാല ബോണ്ട് വിഷയത്തിൽ ED നോട്ടീസുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്. MM മണിക്ക് ബൈസൺ വാലിയിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഒരുക്കിയ പൗരസ്വീകരണമാണ് ഇപ്പോൾ ചർച്ച. അധിക്ഷേപ പ്രസംഗങ്ങളിലൂടെ MM മണിയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാണ് ഇത്തരമൊരു സ്വീകരണമെന്നാണ് എതിരാളികൾ പറയുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത പൗരസ്വീകരണം. ബൈസൺ വാലി പഞ്ചായത്തിന് MM മണി പ്രത്യേക കരുതൽ നൽകിയതിനാണ് സ്വീകരണമെന്ന് നാട്ടുകാർ. എന്നാൽ ബൈസൺ വാലി MM മണിയുടെ ഉടുമ്പൻചോല മണ്ഡലത്തിലല്ല. മണ്ഡലം കടന്നുള്ള പൗരസ്വീകരണം ഇപ്പോൾ എന്തിനെന്നാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ ഈടുറ്റ സംഭാവനകളാണ് ഈ നാടിനെ ധന്യമാക്കിയിട്ടുള്ളത്. അത് ഈ നാടിന്റെ അഭിമാനത്തിന് പാത്രമാകാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ നിലപാടുകളും രാഷ്ട്രീയ വീക്ഷണവും പൊതുജന സമൂഹത്തിനും പൊതു താല്പര്യത്തിനും എത്ര കണ്ട് ഉപകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരായ MM മണിയുടെ അധിക്ഷേപ പരാമർശങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായതാണ്. തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകരുതെന്ന് CPIM-ന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടി നടത്തിയതാണ് ഈ പൗരസ്വീകരണമെന്ന് ഡീൻ കുര്യാക്കോസ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MP എന്നുള്ള നിലയിലും എന്നെ ആ ഒരു വിധത്തിൽ അപഹസിച്ചതിന്റെ പേരിലാണ് പൗരസ്വീകരണം CPM ഒരുക്കി അതിന് വേണ്ടിയതായിട്ടുള്ള ഒരു അവസരം നൽകിയത് എങ്കിൽ എനിക്ക് ആ പാർട്ടിയെ ഓർത്ത് സഹതപിക്കാൻ മാത്രമേ തരമുള്ളൂ. പൗരസ്വീകരണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് CPIM ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അധിക്ഷേപ പരാമർശം നടത്തുന്നതിൽ കോൺഗ്രസും പിന്നിലല്ല. MM മണിക്കെതിരായി കോൺഗ്രസ് പ്രാദേശിക നേതാവ് OR ശശിയുടെ അധിക്ഷേപ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ്. 24 ഇടുക്കി. 24 ഇലക്ഷൻ പൂർണ്ണമാവുകയാണ്.